ഇന്ന് രാവിലെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിൻ്റെ ശേഷം മോളെ വീട്ടിലേക്ക് പോയിക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നനച്ചുൽ പണിക്ക് മോളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണാണല്ലോ കുറച്ച് കൂടുതൽ പണി ഉണ്ടാവുക. അവൾക്കാണെങ്കിൽ ഞായറാഴ്ച മാത്രമേ ലീവ് ഉണ്ടാവുകയുള്ളൂ. ഞാൻ അവിടെ എത്തുന്ന സമയത്ത് അവൾ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് കിച്ചൺ ആകുമ്പോൾ കുറച്ചധികം പണി ഉണ്ടാവും. മറ്റുള്ള പണികളെ പോലെ അല്ലല്ലോ, എല്ലാ പാത്രങ്ങളൊക്കെ ഒഴിച്ച് കഴുകുകയും അങ്ങനത്തെ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക അങ്ങനത്തെ കാണല്ലോ. വെള്ളത്തിൽ കളിക്കുന്ന കാര്യം കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, വലിയവർക്കും അത് ഒരേപോലെ തന്നെയാണ്. ഞാൻ പുറത്ത് പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകുമ്പോഴേക്കും മോള് ഉള്ളിലുള്ള കബോർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. ചെമ്പകം വീട്ടുമുറ്റത്ത് വളർത്തിയാൽ പാമ്പ് വരും എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് ശരിയാണോ എന്ന് പറയണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ സമാധാനത്തോടു കൂടി നിൽക്കാമല്ലോ. ആ ചെമ്പകം വെട്ടണമെങ്കിൽ അത് വെട്ടിക്കളയുകയും ചെയ്യാം. ഈ പേപ്പറിൽ പൊടികൾ വെച്ചതിന് ഒന്നും ചീത്ത പറയല്ലേ. പിന്നെ ഇതാ കുറച്ച് പണി എടുത്തിട്ടുള്ളൂ, അതിനേക്കാൾ കൂടുതലായിട്ട് ഇതാ ചിക്കൻ പൊള്ളിച്ചതും മന്തിയും വീട്ടിലെത്തിയിട്ടോ. അത് വയറ് നിറച്ച് തിന്ന്, പിന്നെ വയറ് നിറഞ്ഞാൽ പിന്നെ ഒന്ന് കിടക്കണമല്ലോ. അങ്ങനെ ഒരു 3/4 മണിക്കൂറെങ്കിലും നമ്മൾ കിടന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും ഇതാ മോള് അവളുടേതായ ക്ലീനിങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെയർ കേസിൻ്റെ മേലുള്ള ഈ ഗ്ലാസ്സൊക്കെ തുടയ്ക്കാൻ ഈ സ്പിൻ മോപ്പ് അടിപൊളിയാണ്. അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ആ കൈ നിറയെ പാത്രം അടിച്ചു മാറ്റിയിട്ടാണ് കേട്ടോ പോകുന്നത്. പാത്രം പിന്നെ എത്ര കിട്ടിയാലും എൻ്റെ മനസ്സ് അങ്ങനെയാണല്ലോ. ഫുൾ വീഡിയോ ചാനലിൽ ഉണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.